ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, നമ്മൾ ഗുജറാത്തിൽ സൂറത്തിൽ ഉച്ചഭക്ഷണത്തിന് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഹോട്ടലുകളുണ്ട് കേട്ടോ. ഞാൻ ഈ ഗുജറാത്തിനെ കുറിച്ച് കൂടുതൽ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല വെയിലാണ്, ഞങ്ങൾ എങ്ങോട്ടും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, AC റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണങ്ങൾ നമുക്ക് കണ്ടാലോ സുഹൃത്തേ അല്ലേ. അപ്പോൾ ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് 2 സ്ഥലത്തു നിന്നാണ്. ഒന്ന് പ്യുവർ വെജ് സ്ഥലത്തുനിന്നും ഒന്ന് നോൺ വെജ് ആയിട്ട്. ചില്ലി ചിക്കൻ പിന്നെ എല്ലായിടത്തും ഏകദേശം ഒരേപോലെയോ. അപ്പോൾ ചില്ലി ചിക്കനും വാങ്ങുന്നുണ്ട്, പിന്നെ ദോശ മതി ഉമ്മാക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ സ്പെഷ്യലുകളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കടയിലൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ വിൽക്കാൻ പറ്റൂല. ഇവിടെ പിന്നെ ലൈവായിട്ട് വിൽക്കുന്നുണ്ട്. ഹാൻഡ്സ് പോലത്തെ സാധനങ്ങളാണ്. ഇവിടെ ഒന്നും ആ പ്രശ്നങ്ങളില്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതാ ഉച്ചക്കുള്ള ഭക്ഷണങ്ങൾ ഇതായിരിക്കണേ. പിന്നെ ഇതാ മസാല സമൂസ കാര്യങ്ങൾ, വട, പിന്നെ ഇതാ ഉള്ളി ബജ്ജി കാര്യങ്ങൾ. ഇവിടെ എത്തുമ്പോൾ ഇതാ ഐസ്ക്രീം കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സംഭവം ഉണ്ട്. ഇതാ ഇത് മാലും എന്താ ബജി ബജി അത്. പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ സാധനം പിന്നെ നമ്മളവിടെയും കഴിക്കുന്നതാണ്. അപ്പോൾ ഈ ബജ്ജി നമ്മൾ വാങ്ങുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി. കുട്ടിക്ക് എന്താ വേണ്ടി? എന്ത് വേണോ? ഈ വാല പാർസൽ ഈ വാല വേറെ ആൾക്കാ ആർക്കാന്നാവും റബ്ബ്. ഇത് നമ്മുടെ നാട്ടിലെ റവ മാവിനെ കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുകയാണ്. ഇത് മുളക്, ഇത് പിന്നെ പൊട്ടാറ്റോ ബജ്ജിയാണ്. ഇത് ഉള്ളിവടയാണ്. ബിരിയാണിയൊക്കെ ആംഗ്യ ഭാഷ ഉള്ളിടത്തോളം കാലം നമ്മൾ തളരില്ല കാര്യം. കാരണം ഹിന്ദി നമുക്ക് വല്ലാതെ അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഒരു ധൈര്യം ഉണ്ടായാൽ മാത്രം മതി. ഒരു ധൈര്യം നമുക്ക് ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് എന്താ വെച്ചാൽ ഒരാൾ നമ്മളെ പിന്നിൽ നിന്ന് എത്തിയോക്കെ. ഞാൻ യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാണ്. ബൈക്കാനാ ആര്? അതാണ് ഓക്കെ. അപ്പോൾ നമ്മൾ പാർസൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏത് നാട്ടിൽ പോവുകയാണെങ്കിലും ഭാഷ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അറിയണ മാതിരി നിൽക്കണം ധൈര്യത്തിൽ. അതാണെന്നോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളൂ. അല്ലാതെ നമ്മൾ പേടിച്ച് നിൽക്കരുത്. എന്നാൽ നമ്മൾ എവിടെ എത്തൂല. പഠിച്ചില്ലാന്നുണ്ടെങ്കിലും പഠിച്ചോലെ മാരിയുണ്ട് നടക്കുക തന്നെ. എന്താ സുത്തേ, ഇജൻ്റെ എപ്പൻ്റെ മാരി ആവരുത്. ഇത് നന്നായിട്ട് പഠിച്ചൊരു കുട്ടിയാവണം കേട്ടോ. എന്തൊക്കെയോ കാണുന്നുണ്ട് ഇവിടുത്തെ. എൻ്റെ കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ഏതാ ലാംഗ്വേജ്, ഇത് ഏതാ ആൾക്കാർ, ഇതേതാ ഭക്ഷണമോ. കാരണം ഇവിടെ വന്നിട്ട് 4 പുറം ബീസിക്കലുണ്ടോ എല്ലായിടത്തും നോക്കുന്നുണ്ട്. ബൈ इधर में अच्छा प्लेस, टूरिस्ट प्लेस किधर भाई? भाई सूरत में अच्छा प्लेस, अच्छी बात है. ടൂറിസ്റ്റ് പ്ലേസ്. ഞാൻ പറഞ്ഞത് ഓനെ അറിയാനായിട്ടാണോ ഓൻ പറയണത് എനിക്കറിയാനായിട്ടാണോ എന്ന് അറിയൂല. എന്തായാലും എന്തൊക്കെ ആവുന്നുണ്ട്. കുറച്ചോനെ 10 റുപ്യക്കാണ് ഈ കണ്ടതൊക്കെ. അല്ല ഇത്രയൊക്കെ സാധനം ഞാൻ ഇത്ര നാൾ തിന്നാനില്ല. നമ്മുടെ നാട്ടിൽ ഒരു ബജ്ജിക്ക് 10 റുപ്യ കൊടുക്കണം കേട്ടോ. ഇവിടെ 10 റുപ്യക്ക് എത്രയോ ബജ്ജി കയ്യിൽ ഒതുങ്ങിയതൊക്കെ തന്നിക്കണേ. ഒന്ന് ഫ്രീയും തന്ന്. ഓക്കെ ദാസ്. അങ്ങനെ നമ്മൾ ഒരു പാർസൽ വാങ്ങി നടക്കാണ്. ഓക്കെ, ഇനി അടുത്ത് ഇത് ഇവിടെയൊക്കെ ഓരോ ഭൂരി അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ബാർബർ ഷോപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ പെട്ടിക്കട തുറന്നു വെച്ചമാതിരി ബാർബർ ഷോപ്പും കാര്യങ്ങളൊക്കെ. നല്ല വെയിലാണ് കേട്ടോ. കാലാവസ്ഥൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വെയിലാണ്. ചേഞ്ചും മണി ഇവിടെ പൈസ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ജ്യൂസ് കടകൾ, പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതുണ്ട് മസാല ബോണ്ട, എല്ലാ സംഭവങ്ങളും. നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ അടുത്ത റൂം ഇതാ ഇതിൻ്റെ മുകളിലാണ്. നല്ല സ്റ്റെപ്പ് കയറാറുണ്ട്. അപ്പം വെയിൽ കാരണം നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഓല് വന്നില്ല, റൂമിലേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഓക്കെ. അല്ല നല്ല ചൂടാട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും ചൂട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ സിനും ഉമ്മി റൂമിലാണ്, ഞാനും സുട്ടയും മാത്രമായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മൾ പാർസൽ ചെയ്ത ഇതാണ് പിസ്സ.
ഈ പിസയൊക്കെ ഇവിടെ തന്നെ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ മുകളിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. വെജ് പിസയാണ് ഉണ്ടോ? വെജാണ്. പിന്നെ ഉമ്മ ദാ ദോശ കഴിക്കുന്നത്. ഉമ്മക്ക് ദോശ ഉണ്ട്. പിന്നെ ഞങ്ങൾ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫുള്ള് കഴിക്കാൻ ഹൈദരാബാദ് ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത്. ഫുള്ള് എന്നെ കൊണ്ട് കഴിക്കാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാം അല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ വൈകുന്നേരത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. സ്പെഷ്യലാണ് കേട്ടോ. ഇതാണ് ഗുജറാത്ത്. ഏകദേശം തമിഴ്നാടൊക്കെ മാതിരി തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതൊക്കെ തുണികളൊക്കെ ഉണ്ടോ? ഭയങ്കര തിരക്കാട്ടോ റോഡിൽ കൂടെയൊക്കെ. ഇതൊക്കെ നമ്മളെ വണ്ടിയാണ്. ഇവിടെ ട്രാഫിക്കും ബ്ലോക്കൊന്നും ഇല്ല എന്നൊക്കെ തോന്നുന്നത്. സിഗ്നലൊന്നും കാണാനല്ല, അങ്ങോട്ട് പോവന്നെ. പഴം, പാനിപൂരി, ഇവിടുന്ന് 7 കിലോമീറ്ററാണ് ഞങ്ങളൊരു സ്ഥലം നോക്കി വെച്ചത് കണ്ടത്. അപ്പോൾ ആ 7 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സർദാന പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. ബൈ ക്ലോസിംഗ് ടൈം കിത്തന? ക്ലോസിംഗ് ടൈം സർദാന പാർക്ക് ക്ലോസിംഗ് ടൈം 7 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ അവിടെ ഈ ടൈഗർ പാർക്കിലേക്ക് വന്നതാണ് കേട്ടോ. അതായത് 5 മണി കഴിഞ്ഞാൽ ഇത് അടുക്കുന്നു. ഇങ്ങനെ ഇരിക്കണ്ട, ആൾക്കാർ പൈസ ഇട്ട് പോകും. ഇങ്ങനെ ഇരുന്ന ആൾക്കാർ പൈസ ഇട്ട് പോകും. നീക്കി ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഏതായാലും ഇവിടെ നമുക്ക് പണി പാടി. ഇനി വേറൊരു സ്ഥലമുണ്ട്, ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ. അത് അടിപൊളി സ്ഥലം, അവിടെയും കൂടി പോവാം. ഇത് പാർക്കാണ്. ഇവിടെ ഇതൊക്കെ ജീവനുള്ള മൃഗങ്ങളൊക്കെ ഇല്ലേ. യൂട്യൂബിൽ കണ്ടു പോകുന്നതാ. ഇവിടെ എത്തിയപ്പോൾ ടിക്കറ്റ് ഇല്ലാന്ന്. ഞങ്ങളെന്തായാലും ഗാർഡൻ എന്തായാലും അടച്ച്. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പാനിപൂരി അതുപോലെ ഓരോ വള്ളങ്ങൾ, അവസാനം കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വേണം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാൾ ഗുജറാത്തിലുണ്ട്. അപ്പോൾ നമ്മളെ വിളിച്ചിരുന്നു, അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട് കേട്ടോ.